ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്നൊരു ജിം വ്ളോഗ് ആയിരിക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഫുൾ റെഡി ആയിട്ട് ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. മോസ്റ്റ്ലി ഞാൻ തിങ്കളാഴ്ച ലെഗ് വർക്കൗട്ടാണ്. ബട്ട് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ജിമ്മിൽ ആൾ കൂടുതലായിരിക്കും. ക്രൗഡഡ് ആണെന്നുണ്ടെങ്കിൽ ലെഗ് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ ബാക്ക് വർക്കൗട്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ക്രൗഡ്, ലെറ്റ്സ് ഗോ ടു ദി ജിം. ഗൈസ്, അപ്പം ഞാൻ ജിം എത്തിയിട്ടുണ്ട്. ഇന്ന് മൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. പതിവില്ലാതെ ഇന്ന് നല്ല മ്യൂസിക്കൊക്കെ ഇട്ടേക്കുന്നു. എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് എനർജി കുറവാണ്. അതുകൊണ്ട് ഇന്നൊരു പ്രീ വർക്കൗട്ട് എടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഓൾറെഡി പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊരു 1 hour മുമ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രീ വർക്കൗട്ട് കലക്കാം. ഓക്കെ, അപ്പം പ്രീ വർക്കൗട്ട് ഞാൻ എല്ലാ ദിവസവും എടുക്കാറില്ല. ഇപ്പം കുറച്ച് ഞാൻ കുറച്ചുകൊണ്ട് വരുവാണ്. അപ്പം എന്തായാലും വേറൊരു ഫ്ലേവർ പ്രീ വർക്കൗട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഒരു ബിഗിനേഴ്സ് ടൈപ്പ് പ്രീ വർക്കൗട്ടാണ്. അധികം സ്ട്രോങ് അല്ല, കാരണം എനിക്ക് ഒരുപാട് സ്ട്രോങ് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടത്തില്ല. നൈറ്റ് 11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് അങ്ങ് കുറച്ച് കുറഞ്ഞു കിട്ടും. നൈറ്റ് 12 o'clock ആവും ഉറങ്ങാനായിട്ട്. സോ ഇതാണ് പ്രീ വർക്കൗട്ട് എടുക്കുന്നതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. ഉറക്കം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്നെന്തായാലും ലെഗ് ഓർ ബാക്ക് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. മേ ബി ലെഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്ക് ആയിരിക്കാം. സോ നാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, മെഷീൻസ് ഫ്രീ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് അടിക്കാം. മെഷീൻസ് ഫ്രീ ആണ്, ലെഗ് മെഷീൻസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഗ് അടിക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ദിസ് ഈസ് ഫോർ മൈ സേഫ്റ്റി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാനൊരു സത്യം പറഞ്ഞുതരാം. കാർഡിയോ ചെയ്താൽ ഫാറ്റ് ലോസ് ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ലോട്ട് ഓഫ് റെസ്പോൺസ് ഫോർ ദാറ്റ്. ബട്ട് ഇറ്റ് ഈസ് എ ഷോർട്ട് കണ്ടന്റ് വീഡിയോ. അതിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്താണ് സംഭവം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ബട്ട് ഇൻ ദിസ് വീഡിയോ ഐ എം ഗോണ എക്സ്പ്ലെയിൻ ഇറ്റ് ഔട്ട്. സോ ഡൂയിങ് കാർഡിയോ ഈസ് ഫോർ യുവർ ഹാർട്ട് ഹെൽത്ത്. ഓക്കെ, കാർഡിയോ ചെയ്താൽ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് നന്നായിരിക്കും. അതേപോലെ നിങ്ങളുടെ സ്റ്റാമിന, എൻഡ്യൂറൻസ് എല്ലാം കൂടും. ഫ്ലോർ വർക്കൗട്ട്സ്, കോർ വർക്കൗട്ട്സ് ആൻഡ് കാർഡിയോ, ഓൾ ദീസ് 3 ഹാർഡ് ഫോർ യുവർ സ്റ്റാമിന, എജിലിറ്റി. ഈ വർക്കൗട്ട് എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഹാർട്ട് റേറ്റ് ഉണ്ടാവും. സോ നമ്മുടെ ഹാർട്ട് നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങും. സോ ദിസ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, ദിസ് ഈസ് ഗുഡ് ഫോർ യുവർ ഹാർട്ട്. ബട്ട് ബി കെയർഫുൾ, ദോസ് ആർ ഹാവിങ് എനി ഹിസ്റ്ററീസ് ഓഫ് എനി കാർഡിയോവാസ്കുലർ ഡിസീസസ്, ജസ്റ്റ് ബി കെയർഫുൾ. ഓക്കെ, പിന്നെ ഫാറ്റ് ലോസ് നല്ലോണം നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ലോസ്. അത് മനസ്സിലാക്കുക. ഫാറ്റ് ലോസ് നല്ലോണം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കാലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റിൽ നിൽക്കണം. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കാലറി നല്ല രീതിയിൽ ബേൺ ചെയ്യേണ്ടി വരും. അപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മസിൽസ് സ്ട്രെങ്ത് ആക്കാൻ. അതേപോലെ നല്ലൊരു പ്രോട്ടീൻ ഇൻടേക്ക് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മസിൽസിന് ഗ്രോത്ത് ഉണ്ടാവാൻ. അതേപോലെ തന്നെ ഫാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവലും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ, മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതിനെല്ലാം ഫാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ കാലറി ഡെഫിസിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കുറയ്ക്കുന്ന കാർബ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ബട്ട് മെയിൻറ്റെയിൻ ആയിട്ട് എല്ലാം കഴിക്കണം, എന്നാൽ മാത്രമേ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലോട്ട് പോകാവൂ. ഡെഫിസിറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ കാലറീസ് ബേൺ ചെയ്യണം. അതിനാണ് നമ്മൾ കൂടുതലും ഫ്ലോർ വർക്കൗട്ട്സ് ആൻഡ് കാർഡിയോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം, വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, അതേപോലെ തന്നെ കാർഡിയോയും ചെയ്യണം, ഫ്ലോർ വർക്കൗട്ട്സ് ചെയ്യണം. ഇതെല്ലാം മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കണം. ഓക്കെ, ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇതിലോട്ട് ഇറങ്ങരുത്. അപ്പം ഇന്ന് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ അധികം ആൾക്കാരില്ല. സോ ഐ തോട്ട് ഐ സ്റ്റാർട്ട് വിത്ത് ദ ലെഗ്. പ്രീ വർക്കൗട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് സ്ട്രെച്ചിങ്, കുറച്ച് വാം അപ്പ് സെറ്റ്സും കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ലെഗ് വർക്കൗട്ടിലേക്ക് പോവുകയാണ്. സോ എന്നെന്തായാലും ഞാൻ നിങ്ങൾക്ക് ലെഗ് വർക്കൗട്ടും കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ചിലത് ഞാൻ വർക്കൗട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം മെയിനായിട്ട് അതിനിടയ്ക്ക് കുറച്ച് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ലെഗ് വർക്കൗട്ട് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. ഓൾറെഡി 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയൊക്കെ നോക്കണമെന്നുള്ളത് അവിടെ പോയി നോക്കുക. ഇതെന്തായാലും ഞാൻ മെയിനായിട്ട് ഫിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബിഗിനേഴ്സിനായിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോകുന്നത്. സോ ഇഫ് യു ആർ എ ബിഗിനർ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. അല്ലെങ്കിൽ ബിഗിനറായിട്ട് ജിമ്മിൽ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഡോണ്ട് സ്കിപ്പ് യുവർ ലെഗ് വർക്കൗട്ട്സ്. ഓക്കെ, ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലെഗ്സിന് കുറച്ച് പെയിൻ കാണും. അത് പേടിച്ചിട്ടാണ് ആൾക്കാർ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. ദിസ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ യു. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് ടിപ്പ്. കീപ് യുവർ ഈഗോ at your home.
ഒരിക്കലും നമുക്ക് ഈഗോ കൊണ്ട് എങ്ങനെ ജയിക്കാൻ പറ്റില്ല. സോ കീപ് യുവർ ഈഗോ അറ്റ് ഹോം, ലേൺ ദ പ്രോപ്പർ ടെക്നിക്സ്. പ്രോപ്പറായിട്ടുള്ള ടെക്നിക്സ് ടൈം എടുത്ത് പഠിക്കുക. ഡീപ്പ് ആൻഡ് ക്ലീൻ റെപ്സ് അടിക്കാൻ നോക്കുക മാക്സിമം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്നിക്ക് ആദ്യമേ മനസ്സിലാക്കിയിട്ട് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. സോ ലേൺ യുവർ ടെക്നിക്സ് പ്രോപ്പർലി. That is tip number 2. So tip number 3. ഇത് ഞാനും വളരെ ലേറ്റാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഞാനും നിങ്ങളെല്ലാവരെയും പോലെ ആദ്യമേ ജിമ്മിലൊക്കെ കയറുന്ന സമയത്ത് 3 sets 10 reps ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് റീസെൻ്റ്ലി ഫ്രം ദ പാസ്റ്റ് 2 years ഐ എം ഡൂയിങ് ടിൽ ഫെയിലിയർ. സോ ഫെയിലിയർ ചെയ്യുന്ന സമയത്ത് 2 രീതിയുണ്ട്. ഒന്ന്, നമുക്ക് റെപ്സ് കൂട്ടി ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ടൈം കൂട്ടി ചെയ്യാം. സോ ഐ ഫോളോ ദി സെക്കൻഡ് വൺ, ടൈം കൂട്ടി ചെയ്യുക. ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ യൂഷ്വലായിട്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്തിനേക്കാളും ഡബിൾ ടൈം എടുക്കും. സോ കൂടുതൽ സമയം നമ്മളൊരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഒരു 7 reps എടുക്കാൻ ഓൾമോസ്റ്റ് 1 minute അല്ലെങ്കിൽ 45 seconds എടുക്കും. വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു മീഡിയം റേഞ്ച് ഓഫ് വെയിറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 7 to 8 reps നിങ്ങളുടെ ഫെയിലിയർ അറ്റൈൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരു സെറ്റ് മതിയെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സെറ്റ് നിർത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദി സെക്കൻഡ് സെറ്റ്. ഗൈസ്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. സോ ലോവർ ബോഡിയെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ലോവർ ബോഡി ക്യാൻ ഗോ സോ ഹാർഡ്. സോ അതുകൊണ്ട് ഞാൻ ലോവർ ബോഡിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ മാക്സിമം വെയിറ്റ് എനിക്ക് പൊക്കാൻ പറ്റുന്ന ഇട്ടിട്ട് ഒരു മാക്സിമം റെപ്പറ്റീഷൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഫെയിലിയർ അറ്റൈൻ ചെയ്യുന്നത്. അടുത്ത സെറ്റ് അടിക്കാനായിട്ട് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം റെസ്റ്റും കൂടി ബോഡിക്ക് കൊടുക്കണം. സോ അതാണ് ടിപ്പ് നമ്പർ 4, ടേക്കിംഗ് പ്രോപ്പർ റെസ്റ്റ്. എല്ലാ ദിവസവും പോയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. സോ ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നത് 40 kgs ഓഫ് സ്ക്വാട്ട്സ് ആണ്, 20 reps. കാരണം പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് 100 squats ഈ ഒരു വെയിറ്റ് വെച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. ബിക്കോസ് ലെഗ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെങ്ത് ഉള്ള മസിൽ ഗ്രൂപ്പാണ്. നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് ലെഗ്. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻഡ്യൂറൻസ് അതിനകത്ത് തരാൻ പറ്റും. മാക്സിമം റെപ്പറ്റീഷൻസ് കൊടുത്താണ് ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. അധികം വെയിറ്റ് ഇട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കത്തില്ല. ബിക്കോസ് ഹീസ് എൻ അത്ലറ്റ്, സോ ഹീ നീഡ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ട്രെയിനിങ്. പുള്ളിക്കാരൻ മാരത്തോൺ റണ്ണറാണ്. പുള്ളിക്കാരൻ അധികം വെയിറ്റ് ഇട്ട് മസിൽസ് വലുതാക്കണമെന്നില്ല. ആ എൻഡ്യൂറൻസ് അത് കണക്ക് കീപ്പ് ചെയ്യുക. സോ ഐ ആൾസോ ഡു ദി സെയിം ആൻഡ് ഐ ട്രൈഡ് ഇറ്റ്. അപ്പോൾ എനിക്കും ഒരേ സമയം ഞാൻ വെയിറ്റ് ഇട്ടും ചെയ്യും, അതേപോലെ തന്നെ റെപ്പറ്റീഷൻസ് കൂട്ടിയും ചെയ്യും. അത് 4ാമത്തെ ടിപ്പ് നമ്മൾ മറക്കണ്ട, ടേക്ക് പ്രോപ്പർ റെസ്റ്റ്. അതെന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഈവൻ ആഫ്റ്റർ യുവർ വർക്കൗട്ട്. ഒരു മസിൽ ഗ്രൂപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ആവാനുള്ള ടൈം നിങ്ങൾ അടുത്ത പ്രാവശ്യം ആ മസിൽ അടിക്കുന്നതിന് മുമ്പ് കൊടുക്കുക. മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നത് പുഷ് പുൾ ഡേ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം പറ്റുന്നത്. പുഷ് പുൾ ഡേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇൻ പുഷ് പുൾ ഡേ നമ്മൾ മാക്സിമം 2 or 3 വേരിയേഷൻസ് മാത്രമേ ഒരു മസിലിന് ചെയ്യൂ. അപ്പോൾ അടുത്ത പുഷ് ഓർ പുൾ ഓർ ഡേ വരുമ്പോഴത്തേക്ക് അടുത്ത 3 വേരിയേഷൻസ്, അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം തെറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് പുൾ ഡേയിൽ അങ്ങ് പോയി ഒരു മസിൽ ഗ്രൂപ്പിന് ഒരു 5 to 6 വേരിയേഷൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ അടുത്ത പുഷ് പുൾ ഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് റിക്കവർ ആവത്തില്ല. സോ റിക്കവറി ടൈം ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. റിക്കവറി എങ്ങനെ ആവും? നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, പിന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ, പ്രോട്ടീനും ന്യൂട്രീഷനും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ മസിൽസ് റിക്കവർ ആകത്തുള്ളൂ. ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ he just crossed 100 squats with 60 kg. So that's how you can push past your limits. ഇന്ന് കുറച്ച് ഷോൾഡേഴ്സും കൂടി ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 വേരിയേഷൻസിൽ ഇന്നത്തെ ലെഗ് വർക്കൗട്ട് തീർക്കുകയാണ്. സോ ഓൾറെഡി വി ഡിഡ് 100 squats. സോ വെയ്റ്റഡ് സ്ക്വാട്ട്സ് ആണ് 100 squats ചെയ്തത്. അത് ഓവർ ട്രെയിനിങ് ആണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് മൈ ലിമിറ്റ്. എൻ്റെ ബോഡിയുടെ ലിമിറ്റ് എത്രയാണെന്ന് എനിക്കറിയാം, ബിക്കോസ് ഐ വാസ് ഡൂയിങ് ഹെവി വർക്കൗട്ട്സ്. സോ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് കുറച്ചുകൂടി എൻഡ്യൂറൻസ് വർക്കൗട്ടാണ്. സോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 50 kg, സ്റ്റാർട്ടിങ് അറ്റ് 50 kg. ലെറ്റ്സ് സീ. 50 kg ഈസ് ഈസി. സോ അത് മാക്സിമം സ്ലോ ആയിട്ട് എത്ര റെപ്സ് പോകാൻ പറ്റും നോക്കാം. 1. സോ ബിഗിനേഴ്സിനുള്ള 5th ടിപ്പാണ്. ദിസ് ഈസ് മൈ പേഴ്സണൽ ചോയ്സ്. സോ ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെഷീനിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ബിക്കോസ്
This machine is so good. 1, 2, 3, 4, 5, 6, 7. Our pose important. I'm just holding it there for 1 or 2 seconds and I'm going down. You think it's easy, but do try it next time. Okay, there is 12 reps കഴിഞ്ഞു. So I'm reducing the weight. ഒരു പ്രാവശ്യം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെയിറ്റ് റാക്കിൽ ടച്ച് ചെയ്യരുത്. Your leg is holding the whole weight all the time. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Oh my god. The burning started. Oh, അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റാണ്. സെക്കൻഡ് സെറ്റ് കുറച്ചും കൂടി ലിമിറ്റ് ക്രോസ് ചെയ്യും. 8 started burning, right? 9, 10. Now drop the weight. 25. Slowly up. Now fast reps. 1, don't keep it down. 2, 3, 4. Now slow. 5, yes, up. 6. Come on, complete it. 7, 8, 9, 10. Drop it to 15. Come on, 10 more reps. Drop it to 15. Come on, drop it to 15. Okay, easy. 10 reps slowly. Easy. It will burn. 1, 2, yes. 3, hold it. Come on, you can do it. 4, 5, 6, 7, 8. Come on, 9. Don't keep it down. 10. Yes. That was good actually. So guys, that was a good set. But ഞാൻ ചെയ്യുമ്പം എൻ്റെ എക്സ്പ്രഷൻ കാരണം എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ വെച്ച് കാണിച്ചു തന്നത്. So this is my second set. 3 drop. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Okay, that was 45 kgs. I am dropping it to 25 kgs. Okay, now it should be fast. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, that was second drop. Now third drop, going to 15 kgs. On a drop set, slow. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Tip number 6, I guess, progressive overload. എന്നും പറഞ്ഞ് പോയി ഫസ്റ്റ് ഡേ തന്നെ സെക്കൻഡ് സെറ്റ് അല്ലെങ്കിൽ തേർഡ് സെറ്റ് വെയിറ്റ് കൂട്ടണം എന്നല്ല പറയുന്നത്. ഗ്രാജ്വലി ട്രെയിനിങ് ചെയ്ത് വെയിറ്റ് കൂട്ടുക. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഇപ്പം ദിസ് ഈസ് 40 kg ഈച്ച് സൈഡ്. ഞാൻ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, ഞാൻ ഇത് ചെയ്യാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് പോസ്റ്റ് വീഡിയോസ്. സോ യു ഡോണ്ട് ഹാവ് ടു ഷോ ഓഫ്, ജസ്റ്റ് ഹാവ് ടു make sure that you are doing it properly and safely. Easy. 1, 2, 3, 4, 5, 6, 7. One more reps. That is progressive overload. Heavy ആയിട്ട് എടുക്കുന്നതല്ല,
ജസ്റ്റ് ഹാവ് ടു ക്രോസ് അറ്റ്ലീസ്റ്റ് 1 rep. ഓവർലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിറ്റ് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 1 rep മോർ ദാൻ വാട്ട് യു യൂഷ്വലി ഡു. അതും പ്രോഗ്രസ് ആണ്. നിങ്ങൾക്ക് നേരത്തെ ഒരു 7 to 8 reps ആണ് നിങ്ങളുടെ ലിമിറ്റ് എന്നുണ്ടെങ്കിൽ 2 9 rep, ദാറ്റ് ഈസ് പ്രോഗ്രസ്. ആ ലാസ്റ്റ് 1 rep ഈസ് ഗോണ കൗണ്ട്. കാഫ് റൈസസ് മെഷീൻ വെച്ചും ചെയ്യാം, നമുക്ക് ഡംബിൾസ് വെച്ച് ചെയ്യാം, സ്മിത്ത് മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാം, ബട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ കാഫ് റൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ കാഫ് വലുതല്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ കാഫ് ഗ്രോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഗിൻ്റെ ലുക്സ് തന്നെ മാറിപ്പോകും. സോ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ചിക്കൻ ലെഗ്സ്. കാഫിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാഫ് നല്ല രീതിയിൽ നല്ല സൈസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ലൈക്ക് ജനറ്റിക്കലി ഗിഫ്റ്റഡ് പീപ്പിൾ. സോ ഇത് ഞാൻ ബിഗിനേഴ്സിന് അഡ്വൈസ് ചെയ്യില്ല. ഇത് കുറച്ച് അഡ്വാൻസ് വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യണമെന്നില്ല. ഇത് ലെഗ് സ്ട്രാപ്പാണ്, ബട്ട് ഇതുകൊണ്ട് നമുക്ക് ഷോൾഡേഴ്സും ചെയ്യാം. സോ മെഷീൻ നമ്മുടെ നീലിൻ്റെ ലെവലിൽ വെച്ചിട്ട് ഇത് കയ്യിൽ റിസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക ആൻഡ് ലീൻ ടുവേർഡ്സ് ദ മെഷീൻ. ഫുൾ ഇവിടെ ഒരു സ്ട്രെച്ച് കിട്ടും, അപ്പ് ആൻഡ് ഹോൾഡ്. സോ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ബിഗിനേഴ്സിന് ഞാനിത് അഡ്വൈസ് ചെയ്യില്ല. ബിഗിനേഴ്സ് ആൾവേസ് ഗോ ഫോർ ദ നോർമൽ ഡംബൽ റേസസ് വിച്ച് ഈസ് ബെറ്റർ. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾക്ക് ഡംബൽ റേസസിനകത്ത് അധികം എഫക്റ്റീവായിട്ട് തോന്നുന്നില്ലെങ്കിൽ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വിച്ച് ഈസ് സോ ഗുഡ് ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്കൗട്ട് ഫോർ ഷോൾഡർ. സോ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ടിപ്പ് നമ്പർ 8, ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ ഒരുപാട് ഓവർ എക്സൈറ്റഡ് ആവരുത്. 3 to 4 months ഒരു ബിഗിനർക്ക് ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ഹെവി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ടേക്സ് ടൈം. ട്രസ്റ്റ് ദി പ്രോസസ് ആൻഡ് ബിലീവ് ഇൻ ടൈം. നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജേണി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ട്രസ്റ്റ് ദി പ്രോസസ്, ടേക്ക് യുവർ ടൈം ആൻഡ് ഡോണ്ട് ജസ്റ്റ് ക്വിറ്റ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകരുത്. ഇതൊരു പ്രോസസ്സാണ്. കാരണം 8 വർഷം മുമ്പ് ഞാൻ ജിമ്മിൽ കയറുന്ന സമയത്ത് ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് റീച്ച് ഹിയർ. എൻ്റെ ബോഡി ഇത്രത്തോളം ഡെവലപ്പ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. സോ ഐ ജസ്റ്റ് continuously start doing my workouts. I just try different types of diet, and after 8 years I'm here with a natural physique and I'm so happy for that. ഒരുപാട് എസ്തറ്റിക് ആയിട്ടുള്ള ബോഡിയാണെന്ന് ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി വിത്ത് മൈ ബോഡി ബിക്കോസ് ഐ ഹാവ് ദ സ്ട്രെങ്ത്, ഐ ഹാവ് അച്ചീവ് മൈ ഗോൾ. Who is your biggest competition? It's my mind. It's really hard to fight with him. Do you think making body in 6 months is possible? I don't think so. I was also in the mindset that just 1 or 2 months is enough to, shape up. Okay, after 8 months of training, what is the difference? How is the Manoj different from past? It was very hard to lift 3 kg for me. Even whatever it is, either it can be the dumbbells or machines or whatever it is. But today I am lifting 30 plus always, not going lesser than that. So that's the difference. That's a very good difference because now you squatted like 60 kgs with ease, and that is how consistency can change you. My last workout of the day, calf raises ഇതിനകത്ത് ചെയ്യാൻ പോവാണ്. Okay, so this can be used instead of a Smith machine for doing the calf. അപ്പം ഇന്നത്തെ വർക്കൗട്ട് ഞാൻ ഇവിടെ തീർക്കുവാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി കാർഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഇന്നത്തെ എൻ്റെ ഫുഡ് ഇൻടേക്ക് കുറവായിരുന്നു. സോ ഞാൻ കാർബ് സൈക്കിൾ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഇൻടേക്ക് കുറവാണ്. സോ ചെറിയൊരു കട്ടിങ്ങിലാണ്. സോ അതുകൊണ്ട് ഇന്നത്തെ ഇൻടേക്ക് കുറച്ച് കുറവായിരുന്നു. ഓൾറെഡി ലെഗ് ആൻഡ് ഷോൾഡേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാർഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാർഡിയോ മൈനർ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം കാർഡിയോ ചെയ്യുന്നതായിരിക്കും.
എൻ്റെ പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. ഓൾറെഡി എനിക്ക് കാർഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ്. വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ഞാൻ കാർഡിയോ ചെയ്യാറില്ല. നാളെ നമ്മൾ ചെയ്യും. സോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ എല്ലാ വീഡിയോക്കകത്ത് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം. സോ കീപ് വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ ജസ്റ്റ് ഗിവ് എ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അണ്ടിൽ ദെൻ ബൈ. മനോജ് ബ്രോ സേ ബൈ. ടാറ്റാ ടാറ്റാ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അണ്ടിൽ ദെൻ ബൈ.